Hello guys, welcome back to my YouTube channel. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഐ മേക്കപ്പ് അതായത് ഞാൻ എങ്ങനെയാണ് എൻ്റെ കണ്ണെഴുതുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ അടുത്തൊരു കുഞ്ഞൊരു ബെല്ലൈക്കൺ കാണും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനെ സെലക്ട് ചെയ്യണേ. ഇന്നലെ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളെ ഫോളോയുടെ നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഐബ്രോ ട്യൂട്ടോറിയൽ. അപ്പൊ അത് കാണാത്തവരെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, കാണാത്തവർ പോയി കാണണേ. ആദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ഐടെക്സിൻ്റെ കരിയാണ് കേട്ടോ. 10 രൂപ എന്തോ ഉള്ളൂ. ഇതുപോലത്തെ ഒരു ഐടെക്സിൻ്റെ കരിയാണ് ആദ്യം നമുക്ക് ആവശ്യമുള്ളത്. ഐലൈനറാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഐലൈനർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഐടെക്സിൻ്റെ അല്ലെങ്കിൽ ഏത് ഐലൈനർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അടുത്തത് മസ്കാരയാണ് കേട്ടോ. ഇപ്പം മസ്കാര ഇല്ലാത്തവർക്ക് വേണ്ടി ചെറിയൊരു ട്രിക്ക് ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഇതുപോലത്തെ ഒരു ബ്രഷാണ് കേട്ടോ. ഈ ബ്രഷ് തികച്ചും ഓപ്ഷണലാണ്. ഇത് ഞാൻ കരി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്രഷാണ്. അപ്പോൾ നിങ്ങൾ കൈവച്ചിടാനാണ് കംഫർട്ടബിളെങ്കിൽ കൈവച്ചിട്ടാലും മതി. ആദ്യം ഞാൻ ഇതുപോലെ താഴെയാണ് കേട്ടോ കരി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ബ്രഷിൽ കുറച്ച് കരി എടുത്തിട്ട് താഴെയാണ് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സിലിണ്ടർ എടുത്തിട്ട് ഇങ്ങനെ മുകളിൽ എഴുതി കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ മസ്കാര ഇല്ലെങ്കിൽ താണ്ടെ ഐലൈനറിൻ്റെ ഈ സംഭവം വെച്ച് കഴിഞ്ഞ് താണ്ടെ ഇത് കണക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. മസ്കാര ഇല്ലെങ്കിൽ ഇതിലിങ്ങനെ വാലിട്ട് കണ്ടെഴുതാന്നൊക്കെ പറയുന്നത്, അതായത് വിങ് കണക്ക് വന്നിട്ടുള്ള ഐ മേക്കപ്പാണ്. ഇതുപോലെ കൊടുത്തിട്ട് അടുത്തെന്ന് പറയുന്ന ചെറിയ ട്രിക്കാണ് കേട്ടോ. നമ്മൾ താഴെ കരി വെച്ചല്ലേ ഇങ്ങനെ ഇവിടെ വരച്ചേ, താഴെ വരച്ച കരി വെച്ചല്ലേ. അപ്പോൾ നമുക്ക് അത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഐലൈനർ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കണേ. ഇതുപോലെ ഐലൈനർ വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല കറുത്ത കളറിലിരിക്കും കേട്ടോ. കണ്ണിന് കുറച്ചുകൂടെ വലിപ്പവും തോന്നും. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ഇനി അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഇനി വരുന്നവർ ടാറ്റാ.